ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് ഗോഡ്, സമത്വ നാമങ്ങൾ. ദൈവത്തിന് പല പേരുണ്ട്. ഈ പല പേരുകൾക്കും അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിന് പ്രസക്തിയുണ്ട്. ഈ നാമങ്ങളെ ഓരോ സമയത്ത്, കർത്താവിൻ്റെ പേരുകൾ ഓരോ സമയത്ത് ദൈവം വെളിപ്പാട് കൊടുത്ത് മനുഷ്യരെ മനസ്സിലാക്കിക്കുക ചെയ്തത്. ആദ്യകാലങ്ങളിൽ യഹ്വേ YHVH എന്ന് പറയും. അത് യഹൂദന്മാർ പ്രൊനൗൺസ് ചെയ്യത്തില്ല, അവർക്ക് പേടിയാണ്, വവൽസ് ഇല്ല. ഒന്നാമത് YH എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തു പോകുന്നതും ദൈവമാണ്. അപ്പം ദൈവം ഒരു കവനന്റ് കീപ്പിംഗ് ഗോഡാണ്. അപ്പോൾ ഈ യഹ്വേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഉടമ്പടിയുടെ ദൈവം മുമ്പിൽ വന്ന് നിന്ന് ഉടമ്പടി, ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിൽ ഞാനത് ചെയ്തെടുക്കും. അത് അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയാണ്. നമ്മൾ ഈ പുതിയ നിയമക്കാർ പഴയ നിയമത്തിന് വലിയ പ്രസക്തി കൊടുക്കണ്ട എന്ന് പറയുമ്പം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ആ ദൈവം മാനിച്ചു. അവൻ വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണക്കിട്ടു. അബ്രഹാമിനെ അറിയാതെ എങ്ങനെ അബ്രഹാമിൻ്റെ നീതി അറിയുന്നത്? അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വിശ്വാസം അബ്രഹാമിൽ പകർന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സമത്വ നാമങ്ങളെക്കുറിച്ച് പറയുമ്പം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ ശാശ്വത നാമത്തോളം അനുഗ്രഹമാണ്. അതായത് എത്രമാത്രം വലിയ പേരുകൾ അപ്പച്ചൻ്റെ അറിയാമോ അത്രമാത്രം അനുഗ്രഹം തരും. എത്ര പേരറിയാം? എത്രയോ പേരുകൾ. വേദപുസ്തകത്തിൽ എത്ര പേരുകളാണ് യേശുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത്. ഈ പാരക്ലീറ്റോസ് എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ ഈ പെന്തക്കസ്ത് ദിവസങ്ങൾ ആചരിക്കുന്നവർക്ക് അന്ന് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പല പേരുകളും പ്രവർത്തനമാണ് പറയുന്നത്. പിതാവാം ദൈവത്തിനെ ഓർക്കും, പിതാവിൻ്റെ പേരുകൾ തന്നെ. പുത്രൻ എൽ ഷഡായി, അല്ല ഡോണായി, അല്ലെ എൽ ചേർത്ത് അത് പിതാവിന്. പുത്രനെ പറയുമ്പം ഐ ആം ദ ആൽഫ ആൻഡ് ദി ഒമേഗ, ദ ബ്രെഡ്, ദ ലൈഫ്, ദ വാട്ടർ, ഇങ്ങനെ പറയും. ഓരോ പേരുകളാണ്. ഈ പേരുകളെല്ലാം അവൻ്റെ ശാശ്വത നാമത്തോളം നിനക്ക് അനുഗ്രഹം വരുമെന്ന്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെടുത്ത വേറൊരാണ്, ഞാൻ പണ്ട് പഠിപ്പിച്ച 2006 ബട്ട് ആ കൊച്ചത് നോട്ട് ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ഞാൻ അതിനോട് പറഞ്ഞപ്പോൾ അത് ക്ലാസ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടും? ഞാൻ അതിനോട് പറഞ്ഞു ആൻറ്റി 2006 പഠിപ്പിച്ചതാണെന്ന്. ഞാൻ മറന്നുപോയി, പക്ഷേ ആ കുട്ടി മറന്നിട്ടില്ല. ദാറ്റ് വാസ് വെരി ഇഫക്റ്റീവ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശാശ്വത നാമങ്ങൾ. 1 സങ്കീർത്തനം 89 1 തൊട്ട് 4 വരെയുള്ള വാക്യം അതൊന്ന് വായിക്കാം. അതിൻ്റെ ശാശ്വത നാമം, ദൈവത്തിൻ്റെ ശാശ്വത നാമം. ഈ 89 സങ്കീർത്തനം ദാവീദിനെ അവൻ കണ്ടെത്തി. നമ്മൾക്ക് ദാവീദിൻ്റെ വാഗ്ദത്തം, ഞാൻ ദാവീദിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ കണ്ട ദൈവമാണ്. അവൻ നമ്മളെ അവൻ്റെ നാമം അല്ലെങ്കിൽ പേരുകൾ വെളിപ്പെടുത്താൻ പോവാൻ. 89 1 തൊട്ട് യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തത അറിയിക്കും. ദയ എന്നേക്കും ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു. നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. എൻ്റെ വൃദ്ധനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യം ചെയ്യുന്നു. നിൻ്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിൻ്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. ഇതാണ് നമ്മുടെ അടുത്ത തലമുറകളെ ഉറപ്പിക്കാമെന്ന് 89 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ആവലാതി പിടിച്ച് നമ്മൾ നടക്കുന്നത്? നമുക്ക് ആവലാതിയാണ്. അങ്ങോട്ട് പോയാൽ പ്രയാസം, ഇങ്ങോട്ട് പോയാൽ അതിലേ പോയാൽ പേടി, ഇതിലേ പോയാൽ പേടി. കർത്താവ് പറയുന്ന 89 ഞാൻ തലമുറയുടെ ദൈവമാണ്, ഞാൻ അവനെ സ്ഥിരപ്പെടുത്തും. ദാവീദിനെ സ്ഥിരപ്പെടുത്തിയ ദൈവം നമ്മുടെ മക്കളെ സ്ഥിരപ്പെടുത്തും. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം തരുമെന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെ ഉണ്ട്. ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. പറയാൻ വചനം അറിയാൻ എടുത്ത്. അപ്പം ദൈവം പറയുന്നത് യഹോവയാം ദൈവം. ഉൽപ്പത്തിയിൽ 2:4 യഹോവയാം ദൈവം, എലോഹീം. ഉൽപ്പത്തി 2:4 ആദ്യം തുടങ്ങുമ്പോൾ ദൈവം യഹോവ എന്ന്. യഹ്വേ, യഹോവ പിതാവാം ദൈവത്തിനാണ്. എലോഹീം ദൈവം, യഹോവയാകുന്ന ദൈവം എന്നാണ് അതിന് പറയുന്നത്. 2:4 ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചെന്നാണ്. എങ്ങനെയുണ്ട്? യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ പേര് യഹോവയാണെന്ന് മനസ്സിലായി. യഹോവ എലോഹീം. യഹോവ എലോഹീം മീൻസ് ദൈവം നമ്മുടെ, യഹോവയാകുന്ന ദൈവം നമ്മുടെ കൂടെ. എലോഹീം സർവശക്തനായ ദൈവം എൻ്റെ കൂടെയാണ്. അവൻ നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്. ഉൽപ്പത്തി 22:14 യഹോവ ഈരേ എന്ന് വിളിക്കുന്നു. ദൈവം നോക്കിക്കൊള്ളും, കരുതിക്കൊള്ളും. അതായത് അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് യാഗവസ്തുവായിട്ട് യാഗപീഠത്തിന്മേലെ മൊറിയ മലയിലോട്ട് പോകുമ്പം മകൻ ചോദിക്കുന്നു, അപ്പാ വിറകുണ്ട്, കത്തിയുമുണ്ട്,
പക്ഷേ എവിടെയാണ് യാഗവസ്തു? ദൈവം കരുതിക്കൊള്ളും. അതുകൊണ്ട് യഹോവ ഈരെ എന്ന്. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റിൽ കൂടെ അവൻ്റെ പേരുകൾ മനസ്സിലാക്കുക. നമുക്കവൻ യഹോവ ഈരയല്ലേ? നമ്മുടെ ഓരോ ആവശ്യത്തിനും കരുതുന്നവനല്ലേ? നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, നമ്മളത് കരുതിയിട്ടില്ല. എങ്ങനെ കരുതിയാലും ഒരു ആവശ്യ സമയത്ത് നമ്മുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ വേണമെങ്കിൽ ദൈവം സഹായിക്കണ്ടേ? പക്ഷേ കർത്താവ് പറഞ്ഞു, അബ്രഹാം പറഞ്ഞതുപോലെ, മകനെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാനും എന്തിനാ വിഷമിക്കുന്നത്? യഹോവ ഈരെ, അവൻ കരുതിയില്ലേ? എപ്പോഴാണ് കരുതിയത്? അതൊരു കാര്യമാണ്. തൻ്റെ മകനെ യാഗവസ്തുവായിട്ട് കെട്ടിവെച്ച് കത്തി പൊക്കിയപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. ആ ഒരു പരീക്ഷണം എല്ലാവർക്കും ഉണ്ടെന്നേ. ഇതില്ലാതെ ഒരു ജീവിതമില്ല. അതാണ് എൻ്റെ ബലം. നമ്മളൊരാൾ താണു പോകുമ്പം അവനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊരു ഉയർച്ച ഉണ്ടെന്നേ, തീർത്തും ഉണ്ടെന്ന് പറഞ്ഞ് വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കാണും. ഉൽപ്പത്തി 15:2 കർത്താവായ യഹോവ, അഡോണായി, അവൻ കർത്താവാണ് എനിക്ക്. ഓരോ ഭാഗത്തും ഇതിങ്ങനെ ഈ ദൈവശബ്ദം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം അവൻ്റെ പേരുകൾ മനസ്സിലാക്കുമ്പോൾ അവനെയാണ്. അതായത് നമ്മൾ ചിലപ്പം നമ്മുടെ ഭർത്താക്കന്മാരെ പേര് ചിലപ്പം വിളിക്കും, ചിലപ്പോൾ അച്ചാച്ചാന്ന് വിളിക്കും, ചിലപ്പം സ്വീറ്റ് ഹാർട്ടെന്ന് ചിലർ വിളിക്കും, ചിലപ്പോൾ പൈങ്കിളെന്ന് ചിലർ, ചിലപ്പോൾ കുട്ടാന്ന്, എല്ലാം ഒരാളെയായി വിളിച്ചത് ഇല്ലേ? അല്ലേ? അതുകൊണ്ട് ആൾ മാറിയില്ല. പല ദൈവങ്ങളില്ല, ഒരു ദൈവം പല പേരിൽ വിളിക്കുന്നു. അവൻ്റെ ഓരോ സ്വഭാവങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞ് പല ദൈവങ്ങളെ വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കം ടു ഹിം, ഹീ ഈസ് ദി എസൻസ് ഓഫ് എവറിത്തിങ് ഗുഡ്. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് പുറപ്പാട് 17:15 ജഹോവ നിസി, യഹോവ എൻ്റെ കൊടി. യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പം മോശ പർവ്വതത്തിന് മുകളിൽ കയറി കൈപൊക്കി പിടിച്ചപ്പം യുദ്ധം ജയിച്ചു. അതുകൊണ്ട് അവിടെ യഹോവ നിസി, ജയിച്ചതിൻ്റെ അടയാളമായി അവിടെ ഒരു യാഗപീഠം പണിതു. അതുകൊണ്ട് അവൻ്റെ പേര് യഹോവ നിസി. വെളിപ്പെടുത്തുന്നുണ്ട് ഓരോ ഇൻസിഡൻറ്റിൽ കൂടെ. പുറപ്പാട് 15:26 സൗഖ്യമാക്കുന്ന ദൈവം. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു, യഹോവ റാഫ, അവൻ എൻ്റെ സൗഖ്യദായന. അപ്പം നമ്മൾ ഹീലിംഗ് ചോദിക്കുന്ന ഉടനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് സൗഖ്യം ആവശ്യം, നമ്മളുടനെ ദൈവം സൗഖ്യം, ഉടനെ നമ്മളോട് എഴുതും യഹോവ റാഫ. റാഫ എന്ന് എന്നു വെച്ചാൽ ആ പേര് പറഞ്ഞ് നീ വിളിക്കവനെ. യഹോവ നിസി, ജയത്തിൻ്റെ കൊടി ഇവിടെ ഉയർത്തിയിരിക്കുക. കാണുന്നുണ്ടോ നീ ആ കൊടി? അവൻ്റെ പേര് പറയുമ്പോൾ അത് വചനം, അതായത് നമ്മൾ വാവുകൊണ്ട് എന്ത് പറയുന്നു അത് സംഭവിക്കുകയാണ്. സംഭവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മളിൽ കൂടെ വരുന്നത്. തിന്മ ചിന്തിക്കാതെ, തിന്മയിലേക്ക് പോകാതെ, നന്മ മാത്രം പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ. ആ നാവല്ലേ നമുക്കും വേണ്ടിയത്. അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ 20:5 തീഷ്ണതയുള്ള ദൈവം. യെശയ്യാ 9:7 തീഷ്ണമായൊരു ദൈവം. ഒരു കാര്യം എൻ്റെ ദൈവം ഏറ്റെടുത്താൽ അവനത് ചെയ്തു തരും. ന്യായപ്രമാണം ന്യായാധിപന്മാർ 6:23 യഹോവ സമാധാനം, യഹോവ ഷാലോം. അതും എല്ലാവർക്കും അറിയാം. ദൈവം സമാധാനം. ഷാലോം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ ശലേം മാലിക് എന്ന് പറയുന്നതിൻ്റെ വേറൊരു അർത്ഥമാണ് ഷാലോം, സമാധാനം തരുന്ന ഒരു ദൈവം. അവൻ്റെ പേര് സമാധാനം എന്നാണ്. നമുക്ക് സമാധാനം നമുക്ക് ചോദിക്കാം, യഹോവ ഷാലോം, ഗിവ് മീ ദ പീസ്, ബിക്കോസ് ഇൻഫില്ലിംഗ് ഓഫ് ഹിംസെൽഫ് ഈസ് പീസ്. നമ്മുടെ ആദ്യം പിടിച്ച് വെപ്രാണ് വന്ന് പലപ്പോഴും ഈ നമുക്ക് പണസംബന്ധമായ പാരമ്പര്യം നമ്മൾ വല്ലാതെ വിഷമിക്കാനും മറ്റുള്ളവരോട് ചോദിക്കാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല, ലജ്ജ കൊണ്ട് നമുക്ക് ചെയ്യാം. പലരും സൂയിസൈഡ് ചെയ്യുന്ന റീസൺ പണസംബന്ധമായ ബന്ധനമാണ്. അതൊരു ശാപം തന്നെയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, യഹോവ ഷാലോം, നിൻ്റെ സമാധാനം, യഹോവ ഈരെ, യു വിൽ പ്രൊവൈഡ് ആൻഡ് യു പ്രൊവൈഡഡ് ടു എബ്രഹാം. വെൽ, ഇറ്റ് വാസ് അറ്റ് ദ ലാസ്റ്റ് 12th hour എന്ന് പറയും, ബട്ട് ഹി പ്രൊവൈഡഡ്. ഗിദെയോൻ യാഗപീഠത്തിന്മേൽ വെക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വന്നിട്ട് ദൈവം യാഗം അക്സെപ്റ്റ് ചെയ്തിട്ട് അവനെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഓരോന്നും ദൈവം നമ്മളെ കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. ലേവ്യ പുസ്തകം 20:8 അത് മക്കിഡഷ്കെ എന്നതിന് പറയുന്നത്. മക്കിഡഷ്കെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. ന്യായാധിപന്മാരിൽ 6:9 വിടുവിക്കുന്ന ഒരു ദൈവം. 1 സാമുവേൽ 1:3 സൈന്യങ്ങളുടെ യഹോവ, അവൻ എൻ്റെ സൈന്യങ്ങളുടെ യഹോവയാണ്. സങ്കീർത്തനം 84:12 സൈന്യങ്ങളുടെ ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. അവൻ എൻ്റെ കൂടെ ഒരു സൈന്യം ഉണ്ടെന്ന്.
ഈ പേര് വിളിക്കുമ്പോൾ അർത്ഥം കൂടെ അറിയാമെങ്കിൽ അത് പ്രവർത്തിക്കും. സങ്കീർത്തനം 7:17 അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അത്യുന്നതൻ്റെ മറവിൽ. അതുകൊണ്ടാണ് 91 പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ. പേരാണ് അത്യുന്നതനായ ദൈവം. ജെറമ്യാ 23:6 യഹോവ എൻ്റെ നീതി, ഈസ് മൈ റൈറ്റ്ഷ്യസ്നെസ്, എൻ്റെ നീതി അവനാണ്. എല്ലാ കോടതികളും കയറുന്നത്. നമുക്കൊക്കെ പ്രോപ്പർട്ടിക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നമ്മൾ പല കോടതികളും വക്കീലന്മാരും, പക്ഷെ അവിടെ അങ്ങ് അർത്ഥം ഞാനാവുന്നവൻ ഞാൻ പ്രവർത്തിക്കും. എന്നോട് ദൈവം പറഞ്ഞു ഞാൻ പ്രവർത്തിക്കും, ആരത് തടസ്സപ്പെടുത്തുമെന്ന്. ഞാനൊരു ലോയറാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രശ്നം വരുമ്പോൾ ഞാൻ പല ലോയേഴ്സിനും പോയി കണ്ടിട്ടുണ്ട്. കാരണം പുറത്തുനിന്നൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തപ്പോൾ നമ്മൾ ആരെയും പോയി സഹായിക്കാം, അവർക്ക് കാശും കൊടുക്കും. പക്ഷെ അവരാരും ഒന്നും ചെയ്തിട്ടില്ല. ദൈവം എന്നോട് പറഞ്ഞു ഞാൻ യഹോവ, ഞാൻ പ്രവർത്തിക്കും, ആരത് തടസ്സപ്പെടുത്തും. അപ്പം പല കാര്യം ഞാൻ പറഞ്ഞു ദൈവം നീ അങ്ങത് പറഞ്ഞല്ലോ അത് ഞാൻ ഓർക്കും. പക്ഷെ ഒരു ദിവസം സുപ്രഭാത ദൈവം വന്ന് അത് ചെയ്തിരിക്കും. അവൻ്റെ പേരതാണ്, അവൻ എൻ്റെ നീതിയാണ്. യഹോവ ഷമ്മ, അതായത് ഇവിടെ ഇരിക്കുന്ന ദൈവമല്ല, ഞാൻ അവിടെ ഇരിക്കുന്ന ദൈവം. എസെക്കിയേൽ 48. അതായത് നമ്മൾ ഈ മക്കളെ അമേരിക്കയിൽ വിട്ടു, അല്ലെങ്കിൽ ഓസ്ട്രേലിയ വിട്ടു, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് വിട്ട് പഠിപ്പിക്കാൻ കുറച്ച് കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ അമ്മമാർ കരയുന്ന എൻ്റെ ഒരിക്കൽ വന്നാറുണ്ട്. പക്ഷേ ദൈവം എൻ്റെ ഒരിക്കൽ ഒരു ദിവസം പറഞ്ഞു അതെന്നാ ഞാൻ എന്നെ സമീപസ്ഥനായ ദൈവം തന്നെയോ, ഞാൻ ദൂരസ്ഥനായ ദൈവം കൂടെയല്ലേ. അവണ് യഹോവ ഷമ്മ, യു ആർ ദേർ, അവിടെ ഉണ്ടവൻ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കോ ഒരപ്പനോ ഉണ്ടാകുന്ന സമാധാനം എവിടെയാണേലും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പേര് പറയാൻ പഠിക്കുക, കറക്റ്റ് വേർഡ്. ഇപ്പം നമ്മൾ എടാവാടാന്ന് വിളിച്ചാൽ ആരും വരത്തില്ല അല്ലേ. എടാ പൊന്നുമോനെ മോനെന്ന് വിളിച്ചാൽ അവൻ ഓടി വരും. കാരണം നല്ല പേരാണ് വിളിച്ചത് ഇല്ലേ. പേര്, ദൈവത്തിൻ്റെ പേര് നമുക്ക് തന്നിരിക്കുക, വിളിക്കാൻ. അതുകൊണ്ടാണ് കണ്ണുപൊട്ടൻ ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശു നിന്നു. ദൈവം നമ്മുടെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ സദൃശ യാക്കോബയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. എൽ ഷഡായി, സർവശക്തനായ ദൈവം. മുള, ദൈവം നമ്മുടെ മുളയാണ്. യഹോവ നമ്മുടെ മുള. അതായത് യെശയ്യാ 11 ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് വേരിൽ നിന്ന് ഒരു നാമ്പ് പൊട്ടിപ്പുറപ്പെട്ട് ഫലം കായ്ക്കുന്നുണ്ടോ? എൻ്റെ പാറയാവുന്ന ദൈവം ഇല്ലേ. കർത്താവിൻ്റെ പേരാണ് എൻ്റെ പാറയാവുന്ന ദൈവം. പിന്നെ യഹോവ നമ്മുടെ കൂടെ, ഇമ്മാനുവൽ, ദൈവം നമ്മോട്. അവൻ്റെ പേര് അത്ഭുതമന്ത്രി, യേശുക്രിസ്തുവിന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, 89:8 ബലവാനായ ദൈവം. ഇതൊക്കെ പേരുകളാണ്. ഈ പേരെല്ലാം വായിക്കുമ്പം ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പേരല്ല. പക്ഷെ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നിൽ വിശ്വാസം വർദ്ധിച്ചു. എനിക്കൊരു ഭയവും ഒരു ബഹുമാനവും ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും കൂടി. ദൈവത്തിൻ്റെ നാമം പല പ്രാവശ്യം കേൾക്കുക. ഓരോ വാക്കിനും ഓരോ പേരിനും അതിൻ്റേതായ ശക്തിയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യഹോവ എൽ ഷഡായ്, സർവശക്തനായ ദൈവമേ. മോശയോട് നീ ചില സമയത്ത് ഞാനിത് ആരോടും പറയാത്ത പേരാന്നും പറഞ്ഞ് വെളിപ്പെടുത്തിക്കൊട്ടുണ്ട്. ഞാൻ യഹോവയാണ്. അബ്രഹാമിൻ്റെ അടുക്കൽ ഞാൻ ആരോടും പറയാത്തെന്നും പറഞ്ഞ് നീ വെളിപ്പെടുത്തി കൊടുത്തു. മോശയുടെ അടുക്കൽ ചെന്ന് നീ അതുപോലെ തന്നെ വെളിപ്പെടുത്തി. ഓരോ ബുക്കിനകത്തും പഴയ നിയമത്തിൽ നിൻ്റെ പേരുകളെ നീ വെളിപ്പെടുത്തി തന്നു. പുതിയ നിയമത്തിൽ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. അതിക്കൊണ്ടിൽ എന്ത് വേണം അപ്പച്ച? ഞങ്ങളതെല്ലാം അങ്ങ് മറന്നു പോകുന്നു. അല്പബുദ്ധികളാണ്, ഞങ്ങൾക്ക് ബുദ്ധിയില്ല അപ്പച്ച, സമ്മതിക്കും. ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ഒട്ടുമില്ല. ആരും അവരോട് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ നേരമില്ല. നമ്മൾ പഠിപ്പിച്ചിട്ടുമില്ല. ക്ഷമ ചോദിച്ചുകൊണ്ട് അനുതാപത്തോടെ കടന്നു വരുന്നു. നിൻ്റെ ഓരോ പേരുകളും ഞങ്ങളുടെ ജയത്തിൻ്റെ കൊടിയാണ് അപ്പച്ച. വീടിൻ്റെ 7 തൂണുകൾ, സാമർഥ്യമുള്ള സ്ത്രീ വീടിന് 7 തൂണുകൾ വെച്ച് വീട് പണിതു എന്നാണ് പറയുന്നത്. പേരുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ പറ്റുക. ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ അവിടെ നിന്നവൻ എങ്ങനെ പൊട്ടക്കണ്ണൻ അറിഞ്ഞ് ദാവീദിൻ്റെ പുത്രനാണെന്ന്? ആത്മാവിൻ്റെ പെടും. ഞങ്ങളുടെ ആന്തരികമായ കണ്ണ് തുറക്കണമേ നാഥ. നീ ആരെന്ന് മനസ്സിലാക്കും തോറും ഞങ്ങൾക്ക് നിന്നോട് ബഹുമാനവും ഭയവും റെവറൻസും സ്നേഹവും നിന്നെക്കുറിച്ചുള്ള വലിയതായിട്ടുള്ള തീഷ്ണതയും വർദ്ധിക്കുന്നു. അപ്പച്ചൻ്റെ പേര് പഠിക്കാൻ സമയം തന്നാൽ പല പ്രാവശ്യം ഇത് കേട്ട് പേര് മാത്രം ഉരുവിട്ടാൽ പോലും അതിന് ശക്തിയുണ്ട്. യഹോവ ഷമ്മ, ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ദൈവം നീയാണ്. ഞാൻ എന്നെ സമീപസ്ഥനായ ദൈവമോ ദൂരസ്ഥനായ ദൈവം കൂടെ അല്ലേ എന്ന്. അതുപോരെ അപ്പച്ച, മതി താവേ. ആകാശമണ്ഡലത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയിലാണേലും പാതാളത്തിൽ പാവിരിച്ചിരിക്കുന്നിടത്തും നീ കാണുന്ന ദൈവമാകിയാൽ
യഹോവ ഷമ്മ, യഹോവ ഷാലൂം, യഹോവ എൽ ഷഡായ്, യഹോവ മക്കഡിഷ്കി. ഈ പേരുകളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുതി സ്ഥാപിച്ച. ഐ ആം ദ ലിവിങ് ബ്രെഡ്, ഐ ആം ദ ലിവിങ് ലൈറ്റ്, ഐ ആം ദ വാട്ടർ, ഐ ആം ദ ലിവിങ് ബീങ് ഗോഡ്. യു ആർ ഹൂ ഐ ആം, ഐ ആം ഹൂ ഐ ആം. ഏത് പേര് ചേർത്ത് നമുക്ക് വിളിക്കാൻ ഒക്കും കർത്താവ്? വചനങ്ങളിൽ കൂടെ പഠിപ്പിക്കുന്നതിന് ഹൃദയത്തിൽ എഴുതി തരണമേ. എൻ്റെ പേരുകൾ തെറ്റാതെ പറയാൻ പഠിപ്പിക്കണേ അപ്പച്ച. നാഥൻ വലിയവനായിട്ട് നിൽക്കുന്നതിന് സ്തോത്രം. യു സെഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഹൂസോവർ ഫോളോസ് വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ്. നീ വെളിച്ചമാണെന്ന് പറഞ്ഞു. ആ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉദിച്ചതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ നീതിസൂര്യനായ ദൈവം, മോർണിംഗ് സ്റ്റാർ, പ്രഭാതത്തിൻ്റെ നക്ഷത്രമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.